ആനിമൽ ഡൈവേഴ്സിറ്റി ആണ്, അല്ലെങ്കിൽ ജന്തു വൈവിധ്യം. സോ ജന്തുക്കളെ നമ്മൾ വർഗീകരിക്കുമ്പോൾ പല മാനദണ്ഡങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ വർഗീകരിക്കുന്നത്, അല്ലെങ്കിൽ പല ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് മാനദണ്ഡമാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇതിനകത്ത് സെല്ലുലാർ ലെവലുണ്ട്, അതായത് കോശം, ടിഷ്യൂ ലെവലുണ്ട്, കല, ഓർഗൻ ലെവലുണ്ട്, അവയവം, ഓർഗൻ സിസ്റ്റം ലെവലുണ്ട്, അവയവ വ്യവസ്ഥ. ഇത്രയും ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സിമെട്രി ആണ്, അല്ലെങ്കിൽ സമിതി എന്ന് പറയുന്നത്. സോ സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർഗാനിസത്തിനെ നമ്മൾ അതിന്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും അത് എങ്ങനെയാവുന്നു, ഈക്വൽ ഹാഫ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ഒരു സിമെട്രി ആയിട്ട് ഒരേപോലെ രണ്ടും ആവാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ സമിതി എന്ന് പറയുന്നത്. ഈ സിമെട്രി തന്നെ 3 ടൈപ്പ് ഉണ്ട്: അസിമെട്രിക്കൽ, റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. അസിമെട്രിക്കലിന്റെ മലയാളമാണ് അസമിതി. സിമെട്രി നമുക്കറിയാം സമിതിയാണ്. അസിമെട്രിക്കൽ അസമിതിയാണ്. അസമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഒരു ഓർഗാനിസത്തിന്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, രണ്ട് പ്ലെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് അസമിതി എന്ന് പറയുന്നത്. ഇനി റേഡിയൽ സിമെട്രി അല്ലെങ്കിൽ ആരസമിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനിസത്തിന് അതിന്റെ റേഡിയസ് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. അതാണ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ദ്വിപാർശ്വ സമിതി, അതായത് നമുക്കൊരു മിറർ ഇമേജ് കിട്ടും. ബൈലാറ്ററൽ സിമെട്രി എന്ന് വെച്ചാൽ അതാണ്. അപ്പൊ ഇതാണ് സെക്കൻഡ് മാനദണ്ഡം ഓഫ് വർഗീയത അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ. മൂന്നാമത് വന്ന് സീലം എന്നാണ്. മലയാളം സീലം എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ശരീരത്തിലെ ഈ അറകൾ ഉണ്ടായിരിക്കും, 2 അറകൾ ഉണ്ടാവും, മീസോഡം പോലെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സീലം എന്ന് പറയുന്നത്. ഇത് അസീലോമേറ്റ് ആവാം, സീലോമേറ്റ് ആവാം, സീറോ സീലോമേറ്റ് ആവാം. ഓക്കെ. ഇനി സീലം കഴിഞ്ഞ് ഇനി 4-മത്തെയാണ് ജേം ലെയർ എന്ന് പറയാം. ജേം ലെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എത്ര ലെയേഴ്സ് ഉണ്ട്. ചില ഓർഗാനിസത്തിന് 2 ലെയേഴ്സ് ഉണ്ടാവും, എക്ടോഡം അങ്ങനെ. ചില ഓർഗാനിസത്തിന് 3 ലെയേഴ്സ് ഉണ്ടായിരിക്കും, എക്ടോഡം, എൻഡോഡം, മീസോഡം, അങ്ങനെ 3 ലെയേഴ്സ് ഉണ്ടാവും. ഇനി 2 ലെയേഴ്സ് ഉള്ള ഓർഗാനിസം നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് അല്ലെങ്കിൽ ദ്വിബ്ലാസ്റ്റിക് എന്ന് പറയും. ദ്വിബ്ലാസ്റ്റിക്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ 3 ലെയേഴ്സ് ഓർഗാനിസം വന്ന് ട്രിപ്ലാസ്റ്റിക് എന്ന് പറയും. ട്രിപ്ലാസ്റ്റിക്. ഇനി 5-മത്തെ സെഗ്മെന്റേഷൻ ആണ്. അത് നമ്മൾ ഓരോ ടൈപ്പ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നുണ്ട്. പിന്നെ 6-മത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് നോട്ടോകോഡ് ആണ്. അത് കോഡേറ്റ ഉണ്ട്, നോൺ കോഡേറ്റ ആണ്. നോട്ടോകോഡ് ഉണ്ടെങ്കിൽ അതിന് കോഡേറ്റ എന്ന് പറയും, നോട്ടോകോഡ് ഇല്ലെങ്കിൽ അതിന് നോൺ കോഡേറ്റ എന്ന് പറയും. നട്ടല്. ഓക്കെ. ഇനി നോൺ കോഡേറ്റയ്ക്ക് 10 ഫൈലംസ് ഉണ്ട്. ഇത് ഓർഡർ ആയിട്ട് നമ്മൾ നോക്കണം. പ്രോട്ടിഫറ, സീലൻഡ്രേറ്റ, സ്റ്റീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, അഷൽമന്തസ്, ആനലിഡ്സ്, ആർത്രോപോഡ്സ്, മൊളസ്കസ്, ഹെമികോഡേറ്റ, കോഡേറ്റ. കോഡേറ്റ നോൺ കോഡേറ്റ വരുന്ന എല്ലായിടത്തും നോൺ കോഡേറ്റ. ഇതിനകത്ത് എക്കിനോഡെർമേറ്റേഴ്സും ഉണ്ട് കേട്ടോ. 10 ഫൈലംസ് ഉണ്ട്. ഇനി നമ്മൾ രണ്ട് ഇത് പറയുന്നുണ്ട്. ഒന്ന് ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റവും ഡെഫിനിറ്റ് അല്ലെങ്കിൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലഡിനൊരു ഡെഫിനിറ്റ് ചാനൽസ് ഒന്നും ഉണ്ടാവില്ല, അതായത് ഒരേ പൈപ്പിൽ കൂടെയാണ് ഇങ്ങനെ പോവുക, ക്ലോസ്ഡ് ആണ്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇറിഗേഷൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ ഇങ്ങനെ പല പല വഴികളിൽ കൂടെ പോകത്തില്ലേ, ബ്രാഞ്ചസ് പോലെ. അതിനാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഡയറക്ഷൻസ്, ബ്ലഡ് ഫ്ലോ ഡിഫറെന്റ് ഡയറക്ഷൻസ് കൂടെ, സൈനസിൽ കൂടെ പല ഡയറക്ഷൻസ് കൂടി ആയിരിക്കും വരിക. പിന്നെ അടുത്തൊരു ടേം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം.
കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കൂടെ നമ്മൾ ഫുഡ് ഉള്ളിലേക്ക് വരുന്ന മൗത്തിൽ കൂടെ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആനസിൽ കൂടെയാണ്. ഓക്കെ, അപ്പൊ ഒരു മൗത്തും ആനസും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയും. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ. ഇനി സിമെട്രി. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ക്രൈറ്റീരിയ നമുക്ക് നോക്കാം. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു നമ്പറാണ് നമ്മൾ 1 to 1 എന്ന് ഓർക്കുക. ഓക്കെ, സോ ഒന്നാമത്തെ ഏതാണ്? പൊറിഫെറ, അത് സെല്ലുലർ ലെവലാണ്. ഇനി 1 2, അതായത് 2 എന്നതിന്റെ അടുത്ത രണ്ടെണ്ണം സീലൻഡ്രേറ്റിനും ടീനോഫോറും, ഇത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗൻസുമാണ്. പിന്നെ അടുത്തത് 1, അത് പ്ലാറ്റിഹെൽമിന്തസ്, അത് ഓർഗൻ ലെവൽ ഓഫ് ലെവലാണ്. ബാക്കി എല്ലാം എന്താണ്? ഓർഗൻ സിസ്റ്റം ലെവലാണ്. അനലിറ്റ്സ്, ആർത്രോപോഡ്, മൊളസ്കസ്, ഹെമികോർഡേറ്റ, എക്കിനോഡെർമേറ്റ എല്ലാം ഓർഗൻ സിസ്റ്റം ലെവലാണ് ഇത് വരുന്നത്. അപ്പൊ 1 to 1 എന്ന് പറഞ്ഞാൽ 1 പൊറിഫെറ, 2 എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ടെണ്ണം എന്നാണ്, അടുത്ത 1 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം എന്നാണ്. ഓക്കെ, അപ്പൊ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആ ഒരു മാനദണ്ഡം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സിമെട്രി ആണ്. ഇനി നമ്മൾ CCE കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ CCE ആ ആദ്യത്തെ ലെറ്റേഴ്സ് മാത്രം, സീലൻഡ്രേറ്റ, അടുത്ത ടീനോഫോറ, എക്കിനോഡെർമേറ്റ, ഇവർക്ക് 3 പേർക്കും റേഡിയൽ സിമെട്രി ആണ്, ഓർത്തിരിക്കുക. പിന്നെ പൊറിഫെറയ്ക്ക് അസിമെട്രിക് ആണ്, സ്പോഞ്ചസിനൊക്കെ അസിമെട്രിക് ആണ്. പിന്നെ ബാക്കി എല്ലാ ഓർഗാൻസിനും ബയലാറ്ററൽ സിമെട്രി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ പൊറിഫെറ തൊട്ടിട്ട് കോഡൈറ്റ്സൈൽ വരെ നമ്മളിങ്ങ് നോക്കുമ്പോഴത്തേക്ക് അഡ്വാൻസ് ചെയ്താണ് ക്യാരക്ടേഴ്സ് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി വരുന്നത് സീലമാണ്. അടുത്ത മാനദണ്ഡം അല്ലെങ്കിൽ അടുത്ത ക്രൈറ്റീരിയ എന്ന സീലമാണ്. 5 എന്ന നമ്പർ ഓർക്കാം. സോ 5 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതായത് പൊറിഫെറ, സീലൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, അഷെൽമിന്തസ്, അഞ്ചാമത്തെയാണ് അഷെൽമിന്തസ്. സോ അഞ്ചാമത്തെ അഷെൽമിന്തസ് പ്രത്യേകത അത് സ്യൂഡോ സീലോമേറ്റ്സ് ആണ്. ഒരു കപട സീലോമേറ്റ് ആണ് അഷെൽമിന്തസിനുള്ളത്. പിന്നെ 6, 7, 8 താഴെ വരുന്ന എല്ലാത്തിനും സീലോമേറ്റ് ആണ്. അതിന് മുകളിലുള്ളവർക്കെല്ലാം അസീലോമേറ്റ്സ് ആണ്. ഓക്കെ, സോ അഷെൽമിന്തസിന് സീറോ സീലോമേറ്റ്, താഴെ വരുന്ന ബാക്കി 6, 7, 8 ലിസ്റ്റിലുള്ള എല്ലാം സീലോമേറ്റ്സും, അത് അസൈൻമെന്റ്സിന് 5ന് മുകളിലുള്ള എല്ലാം അസീലോമേറ്റ്സ് ആണ്. അടുത്തത് ജേം ലെയർ ആണ്, അത് ഡിപ്ലോബ്ലാസ്റ്റിക് ആണോ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണോ. ഇനി നാലാമത്തെ പ്ലാറ്റിഹെൽമിന്തസിന് അതാണ് ഫസ്റ്റ് ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ വരുന്നത്, 3 ലേയേഴ്സ് കാണുന്ന പ്ലാറ്റിഹെൽമിന്തസിനാണ്. ഓക്കെ, സോ അതിന് മുകളിലുള്ള 1 to 3, അതായത് പൊറിഫെറ, സീലൻഡ്രേറ്റ, ടീനോഫോറയ്ക്കൊക്കെ എങ്ങനെയാണ്? ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അപ്പൊ അതിന് താഴെയുള്ള പ്ലാറ്റിഹെൽമിന്തസ് താഴെയുള്ള 5, 6, 7, 8 ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇനി അഞ്ചാമത്തെ ക്രൈറ്റീരിയ നോട്ടോകോഡ് ആണ്. അത് നമുക്കറിയാം, നോൺ കോഡേറ്റയ്ക്ക് ആണെങ്കിൽ നോട്ടോകോഡ് ഉണ്ടാവില്ല. പിന്നെ ഹെമി കോഡേറ്റ, സെമി അല്ലെങ്കിൽ ഹാഫ് കോഡേറ്റ ഉണ്ട്. അതായത് ഈ ഹെമി കോഡേറ്റയുടെ കേസ് എടുക്കുവാണെങ്കിൽ ഏർലിയിൽ അതിന് നോട്ടോകോഡ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് ഡെവലപ്മെന്റ് അത് മനസ്സിലായത് നോട്ടോകോഡ് അല്ലാതെ ബക്കൽ ഡൈവേർട്ടിക്കുലം ആണത് എന്ന് പറഞ്ഞു.